ലൂസേഴ്സ് ഫൈനലിൽ മേൽപ്പാടം, തലവടി, ചമ്പക്കുളം, പായിപ്പാടൻ. വളരെ ഗംഭീരമായ മത്സരമായിരിക്കും. ഇതിനകത്ത് ചമ്പക്കുളം എന്ന് പറയുന്ന വള്ളം 2023 അതായത് കഴിഞ്ഞ വർഷം നടന്ന ജലോത്സവത്തിൽ 2ാം സ്ഥാനത്തെത്തിയതാണ്. നടുഭാഗം 3ാം സ്ഥാനത്തായിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ ആരൊക്കെയാണ്? പായിപ്പാടന്റെ മുന്നേറ്റമാണ് നമ്മൾ കാണുന്നത്. 4ാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ. പായിപ്പാടന്റെ മുന്നേറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കൂ ഉണ്ണിസാർ, പായിപ്പാടനും ചമ്പക്കുളവും തമ്മിലാണ് ആദ്യം. തുടങ്ങുമ്പോൾ മത്സരം അവർക്കിടയിലാണ്. അതെ, പകുതി ദൂരം കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. പകുതി ദൂരം വരെ ഒരു പ്രഡിക്ഷനും സാധ്യമല്ല. തലവടിയെ അങ്ങനെ വെറുതെ തള്ളിക്കളയേണ്ട. UBC കൈനഗരി എന്ന് പറയുന്ന പാരമ്പര്യമുള്ള ഒരു ബോട്ട് ക്ലബിന്റെ തുഴച്ചിലുകാരാണ് തലവടിയുടെ തുഴച്ചിലുകാർ. അങ്ങനെ നമ്മൾ തള്ളിക്കളയാൻ കഴിയുന്നവരല്ല. തലവടി ഫൈനലിൽ എത്തേണ്ടതായിരുന്നു. അതെ, തലവടി കടന്നു വാ. ലൂസേഴ്സ് ഫൈനലെങ്കിൽ ലൂസേഴ്സ് ഫൈനൽ നമുക്കിതിങ് എടുക്കണം. കണ്ടോ, തലവടിയും പായിപ്പാടനും ഇഞ്ചോടിഞ്ച് മത്സരമാണ് കേട്ടോ. പായിപ്പാടനും തലവടിയും തമ്മിലാണ് ഇപ്പോൾ മത്സരം. UBC കൈനഗരി തുഴയുന്ന തലവടി ചുണ്ടൻ. ആ തലവടി ചുണ്ടൻ ഒരുപക്ഷെ 1ാം സ്ഥാനത്തെത്താവുന്ന ഒരു ഹിറ്റ്സ് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഫൈനൽ മത്സരമാണ് ലൂസേഴ്സ് ഫൈനലിൽ തലവടിയും തലവടിയാണ്. 2ാം ട്രാക്കിൽ തലവടിയാണ് വരുന്നത്. മേൽപ്പാടം വളരെ പിന്നിലാണ്. 2ാമത്തെ ട്രാക്കിൽ നമ്മുടെ വലതുവശത്തു നിന്നാണ് നമ്മൾ ട്രാക്ക് നോക്കുന്നത്. 1ാം ട്രാക്കിൽ മേൽപ്പാടം, 2ാം ട്രാക്കിൽ തലവടി, 3ാം ട്രാക്കിൽ ചമ്പക്കുളം, 4ാം ട്രാക്കിൽ പായിപ്പാടൻ. ഇപ്പോൾ മത്സരം പായിപ്പാടനും തലവടിയും തമ്മിൽ. 2ാം ട്രാക്കിൽ അതാ മുന്നേറുന്നു തലവടി. ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. ഇനിയൊന്നും നോക്കാനില്ല. UBC തുഴയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നേരത്തെ സമയത്തിന്റെ നേരിയ വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നത്. അത് ലൂസേഴ്സ് ഫൈനലിലെ 1ആക്കി മാറ്റം ഞങ്ങൾ. തലവടി അത് ഉറപ്പിച്ചു തന്നെയാണ് പോകുന്നത്. തലവടി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പായിപ്പാടനാണ് തൊട്ട് പിന്നിലുള്ളത്. തലവടിയും പായിപ്പാടനും തമ്മിലാണ് മത്സരം. തലവടിയും പായിപ്പാടനും തമ്മിലുള്ള മത്സരത്തിൽ തലവടിക്കാണ് ആധിപത്യമുള്ളത്. UBC കൈനഗരിയുടെ കരുത്തരായ തുഴച്ചിലുകാർ തുഴയുന്ന തലവടി ചുണ്ടനിത പുന്നമടക്കായലിൽ ഇതിഹാസം സൃഷ്ടിക്കാൻ പോകുന്നു. ലൂസേഴ്സ് ഫൈനലാണ്, പക്ഷേ അതിന്റെ ആവേശം ഒട്ടും തന്നെ കുറവല്ല. പായിപ്പാടനും തലവടി ചുണ്ടനും ഇഞ്ചോടിഞ്ച് പോരാടുന്നു. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇരുവർക്കും. തങ്ങൾക്ക് കഴിഞ്ഞ തവണ ലഭിക്കാതെ പോയത് ഇക്കുറി നേടുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇറങ്ങിയ 2 വള്ളങ്ങളാണ് തലവടിയും പായിപ്പാടനും. പക്ഷേ ആദ്യഘട്ടത്തിലെ ഹീറ്റ്സ് മത്സരങ്ങളിൽ സമയത്തിന്റെ അതെ, ഹീറ്റ്സിൽ 5 മാറുമായി പോയി എന്നുള്ളതാണ്. ഏതായാലും ആ ആവേശമൊന്നും അവർക്ക് കെട്ടടങ്ങിയിട്ടില്ല. 2ാം സ്ഥാനമെങ്കിൽ 2ാം സ്ഥാനം അത് നേടിയിട്ടേ അടങ്ങൂ എന്നുള്ള ആവേശത്തിൽ തന്നെയാണ് പായിപ്പാടനും തലവടിയും. പായിപ്പാടന്റെയും തലവടിയുടെയും ചുണക്കുട്ടന്മാരായ 100ഓളം തുഴച്ചിലുകാർ അത് ആവേശം ഒട്ടും കുറയാതെ ശ്വാസമെടുപ്പിന്റെ വേഗതയിൽ തുഴയെറിഞ്ഞുകൊണ്ട് ഓളപ്പരപ്പിലിതാ ആ വെള്ളത്തിന്റെയൊക്കെ ഒരു തെളിച്ചം കണ്ടോ. ആ വെള്ളമൊക്കെ ഉയർന്ന് പൊന്തി ഈ പറയുന്ന കുട്ടനാട്ടുകാരെ മുഴുവൻ ആവേശത്തിലാക്കുന്ന ഒരു തുഴച്ചിലാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന. അത്ര മനോഹരമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്ന ആകാശ ദൃശ്യം. യുണൈറ്റഡ് പോരാട്ടം. യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗരി, UBC കൈനഗരി, 3 letters UBC യുണൈറ്റഡ് ബോട്ട് ക്ലബ്. യുണൈറ്റഡ് വി സ്റ്റാൻഡ്. ദാ മുന്നേറുന്നു UBC മുന്നേറുന്നു. ബോച്ചെ കയറിയിട്ടും പായിപ്പാടാ കാര്യമില്ല. കൈനകരിയുടെ തലവടി വള്ളപ്പാടകലെ മുന്നേറുന്ന കാഴ്ച. ബോച്ചെ കൂടി തുഴഞ്ഞിട്ടും പായിപ്പാടൻ പിന്നിലാണ് ഉണ്ണിസാർ. തലവടിയുടെ ആധിപത്യമാണ്. തലവടി വള്ളപ്പാടുകൾക്ക് മുന്നിലാണ്. വള്ളപ്പാടുകൾക്ക് മുന്നിൽ തലവടി. UBC കൈനഗരി തുഴയുന്ന യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനഗരി തുഴയുന്ന തലവടി ചുണ്ടനാണ് ഇതാ മുന്നിൽ വന്നിരിക്കുന്നത്. തലവടി ചുണ്ടൻ അനായാസമായ വിജയം എന്ന് തന്നെ പറയാം. കാരണം മറ്റു 3 വള്ളങ്ങളെയും വള്ളപ്പാടിന് പുറകിലാക്കിയിട്ടാണ് UBC കൈനഗരി ഇതാ തലവടിയുടെ തലവര കണ്ടോ ഉണ്ണിസാർ. അതിമനോഹരമായ മത്സരമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പകുതി കഴിയുമ്പോൾ മാത്രമേ ഈ മത്സരത്തിൽ ഒരു പ്രഡിക്ഷൻ സാധ്യമാവുള്ളൂ. ട്രാക്കിന്റെ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ അതുവരെ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച പായിപ്പാടൊക്കെ വളരെ പുറകിൽ പോയി.
ലൂസേഴ്സ് ശക്തമായി തലവടി. ആധികാരികമായ വിജയം. പായിപ്പാട് രണ്ടാമതാണ്. പായിപ്പാടൻ രണ്ടാമത് ഫിനിഷ് ചെയ്തു. അപ്പോ UBC കൈനകരി തലവടി ചുണ്ടൻ. ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമത് തലവടി ചുണ്ടൻ. UBC കൈനകരിയുടെ തലവടി ചുണ്ടൻ. ഇനിയിപ്പോൾ വരാൻ പോകുന്നതാണ് ശരിയായ മത്സരം. അത് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ആരാണ് ഇക്കുറി ജലരാജാവാകുക എന്നറിയാൻ പോകുന്ന മത്സരം. പുന്നമടക്കായലിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയിരിക്കുന്ന ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ ഇതാ അതിശക്തമായൊരു ജല പോരാട്ടം, ഒരു മഹാസമുദ്ര യുദ്ധം നടക്കാൻ പോകുന്നു. 4 ട്രാക്കുകളിൽ 4 ജലരാജാക്കന്മാർ അണിനിരക്കും. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തുഴയെറിഞ്ഞു തുടങ്ങും.